എല്ലാവർക്കും നമസ്കാരം. ഈ ഓണസമയത്ത് ഒരു ഗുരുവായൂർ യാത്ര മനസ്സുകൊണ്ട് നടത്തിയാലോ? അതൊരു അനുഭവത്തിൻ്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് നിങ്ങളോട് പറയാമെന്ന് തോന്നിയിട്ടോ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ അശ്വതിയാണ്. ത്രിമധുരം കുടുംബാംഗാണ്. ഞാൻ ആഗസ്റ്റ് 4-ാം തീയതി ഗുരുവായൂർ പോയ അനുഭവം പറയാനാണ് ഇത് എഴുതുന്നത്. ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരിയായ സന്ധ്യയോടും കൈപ്പകശ്ശേരി നമ്പൂതിരിയോടുമാണ്. സന്ധ്യയാണ് എനിക്ക് കൈപ്പകശ്ശേരി നമ്പൂതിരിയുടെ വീഡിയോസ് അയച്ചു തന്നിരുന്നത്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഗുരുവായൂരപ്പനിലോട്ട് അടുക്കുന്നത്. അതിനുശേഷം 2024 അവിചാരിതമായി ഗുരുവായൂർ പോകാൻ സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ ത്രിമധുരം കാണാനിടയാകുന്നതും ഗ്രൂപ്പിൽ ചേർന്നതും. ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് ഗുരുവായൂരപ്പനെ പറ്റിയും ഗുരുവായൂരപ്പനെക്കുറിച്ചും കൂടുതൽ അറിയുന്നത്. എൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ശ്രീകാന്ത് സാറിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. സാറിനും കുടുംബത്തിനും എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും എൻ്റെ അനുഭവം പറയാം. എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിയുടെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ ഗുരുവായൂർ പോയത്. എനിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അത് കാരണം പോവാൻ പറ്റുമോ എന്ന് തന്നെ വിചാരിച്ചതല്ല. ആദ്യം ആഗസ്റ്റ് 2-ന് പോവാനാണ് തീരുമാനിച്ചത്. മഴയും വെള്ളപ്പൊക്കവും കാരണം അത് മാറ്റി 4-ാം തീയതിയാക്കി. വെള്ളപ്പൊക്കം കുറഞ്ഞെങ്കിലും മഴ ഉണ്ടായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. വൈകിട്ട് 5 മണിക്ക് അവിടെ എത്തി. റൂമെടുത്ത് കുളിച്ച് ഫ്രഷായി അമ്പലത്തിൽ പോയി. മഴ ആയത് കാരണം അധികം തിരക്കില്ലായിരുന്നു. അന്ന് രാവിലെ ഞാൻ ഗ്രൂപ്പിൽ അലങ്കാരം താമരക്കണ്ണൻ എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് വൈകിട്ട് ആ അലങ്കാരത്തിൽ തന്നെ എൻ്റെ ഭഗവാനെ കാണാൻ സാധിച്ചു. ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വൈകിട്ടത്തെ ശീവേലി കാണാനും ചുറ്റുവിളക്ക് കത്തിക്കാനും തൃപ്പുകയും നെയ്യും കഴിക്കാനും ഒക്കെയുള്ള ഭാഗ്യം കിട്ടി. മനസ്സ് നിറഞ്ഞ് എല്ലാം കാണാൻ പറ്റിട്ടോ. പിറ്റേന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നതിനാൽ അകത്ത് കയറാൻ പറ്റിയില്ല. അന്ന് ഉച്ചയ്ക്ക് ഭഗവാന്റെ അന്നദാനം കഴിച്ചു. വൈകുന്നേരം ഞങ്ങൾ വെങ്കടാചലപതി ക്ഷേത്രത്തിലും പാർത്ഥസാരഥിയിലും മമ്മിയൂരും പോയി. തിരിച്ചു വന്ന് ഭഗവാന്റെ രാത്രി ശീവേലി തൊഴുതു റൂമിൽ വന്നുട്ടോ. എന്താ കഥ! പിറ്റേന്ന് വെളുപ്പിനെ 1:30 ക്യൂവിൽ നിന്നു. ഭഗവാന്റെ ശംഖാഭിഷേകം കണ്ട് തൊഴുതു. തിരിച്ച് റൂമിൽ വന്ന് 5:45 ട്രെയിനിൽ തിരിച്ചു വന്നു. ഈ പ്രാവശ്യത്തെ ഗുരുവായൂർ യാത്ര മനസ്സിന് ഒത്തിരി സന്തോഷം നൽകി. ഗിരിജ ചേച്ചി അലങ്കാര വർണ്ണനയിൽ പറയുന്ന മിക്കവാറും എല്ലാ സ്ഥലങ്ങളും കണ്ടു. മഞ്ജുളാൽ, അത്തിമരം, ഗണപതി, കൂവളം, കുത്തമ്പലം, നാരായണാലയം, അകത്തുള്ള ദശാവതാര രൂപങ്ങൾ മിക്കതും, താമരക്കണ്ണൻ, മണിക്കിണർ എല്ലാം ഭഗവാനെ അവിടുന്ന് കൂടെ വന്ന് എല്ലാം കാണിച്ചു തന്നു. കണ്ണ ഗുരുവായൂരപ്പ, എൻ്റെ പൊന്നുണ്ണി, എൻ്റെ ഉണ്ണിക്കണ്ണ, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നന്ദി. അവിടുന്ന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടി നന്ദി. കണ്ണ, എല്ലാവർക്കും കൂട്ടായി കൂടെ ഉണ്ടാവണേ. എല്ലാ രോഗദുരിതങ്ങളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരെയും കരകയറ്റണമേ. എല്ലാവർക്കും നേർവഴി കാട്ടി മുന്നിലുണ്ടാവണമേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ മാതൃപാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. എന്താ കഥ! എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഗുരുവായൂരപ്പനെ കണ്ട ഒരു ഫീലിംഗ് ഉണ്ടല്ലേ? പോകാൻ പറ്റാത്തവർക്ക് ഗുരുവായൂരിലെത്തിയ ഒരു ഫീലിംഗ് തന്നുകൊണ്ടാണ് അശ്വതി എഴുതിയത്. സന്തോഷം ഈ ദിവസം ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ. എന്താ പറയേണ്ടത്? വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ജോയിനായിട്ട് ഉള്ളവരുടേത് മാത്രമേ എനിക്ക് കുറേ കാലത്തേക്ക് വായിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ജോയിൻ ആവാത്തവരുടെ അനുഭവങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ജോയിൻ ആയവരുടേതും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു 10 ദിവസം അവരുടേത് തന്നെ എടുക്കും. അപ്പോൾ മറ്റുള്ളവരുടേത് എത്ര നീണ്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.